ഓക്കെ, സോ നമ്മൾ മൊഡ്യൂൾ 1 എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂൾ 1 നമുക്ക് വി വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഇസ്. ഓക്കെ, സോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ യൂണിറ്റ്സ് എന്തൊക്കെയാണ്, കമ്പ്യൂട്ടറിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷണൽ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഫസ്റ്റ് വരിക. അവിടെ നമ്മൾ മെയിൻലി നോക്കേണ്ടത് ബസ് സ്ട്രക്ചർ ഉണ്ട്, അത് നോക്കണം. പിന്നെ മെമ്മറി ഓപ്പറേഷൻസും ഓരോ ഓപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ സീക്വൻസസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് വേണ്ടത് അഡ്രസ്സിങ് മോഡ്സ് ആണ്, അത് പറയുന്നുണ്ട്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ്, അതെങ്ങനെയായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ബസ് ഓർഗനൈസേഷൻസ്, സിംഗിൾ ബസ് ഓർഗനൈസേഷനും മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനും. ഈ രണ്ട് കോണ്ടെക്സ്റ്റുകളിലും ഓരോ ഇൻസ്ട്രക്ഷൻസും എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ഓവറോൾ ഐഡിയ അബൌട്ട് ദ ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഒരു ആക്ച്വലി ആ ടേം കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ളൊരു ടേമിനെ ഡികമ്പോസ് ചെയ്തുകൊണ്ടാണ്. സോ നമുക്കൊരു ബേസിക് ഏറ്റവും മിനിമം എക്സ്റ്റെൻറ്റിൽ പറയുവാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനെയും കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെയും കാറ്റഗറൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത് എന്നുള്ളത്, സോ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡിസ്ക്രൈബ്സ് വാട്ട് ദ കമ്പ്യൂട്ടർ ഡസ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് പറയുക, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. വേറാസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, ഹൗ ഇറ്റ് ഈസ് ആക്ച്വലി വർക്കിംഗ്, ഇതെങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പറയുന്നത്. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് ബേസിക് ഡെഫിനിഷൻസ് ഫോർ ദീസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. ഓക്കെ, സോ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഇറ്റ് ഈസ് concerned with the way the hardware components operate and the way they are connected together to form a computer system. So നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പണൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും അവരെങ്ങനെയാണ് കളക്റ്റീവ്ലി അല്ലെങ്കിൽ കണക്റ്റഡ് ടുഗദറായിട്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതെന്നുമാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ സർക്യൂട്ട്സ് എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു, നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കുറേ കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി ടൈപ്സ്, നമ്മൾ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറി ടൈപ്സ് ഒക്കെ എന്തൊക്കെയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മെയിൻലി കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത്. വേറാസ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ എന്നൊരു ടേം സ്പെസിഫൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ പാറ്റേൺ ആയിരിക്കും എന്ത് പറഞ്ഞിരുന്നത്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പറയുന്നത്. സോ ആർക്കിടെക്ചർ ഈസ് കൺസേൺ വിത്ത് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആസ് സീൻ ബൈ ദ യൂസർ. നമ്മൾ കാണുന്ന പോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചറും കമ്പ്യൂട്ടർ എങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പം അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കുമ്പോഴേക്കും എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് ഇൻഫർമേഷൻസ് ആൻഡ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ ഫോമാറ്റ്സ്, ഇൻസ്ട്രക്ഷൻ ഫോമാറ്റ്സ്. ഓക്കെ, ദെൻ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ്, നമുക്ക് എങ്ങനെയൊക്കെ ഒരു ഇൻസ്ട്രക്ഷനെ നമുക്കൊരു ഇൻസ്ട്രക്ഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനെ നമുക്ക് എങ്ങനെ കൺവേ ചെയ്യാം ആൻഡ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് അത് വെച്ചിട്ട് പറയാം. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിൻലി എന്തിൽ പറയുന്നത്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സെക്ഷൻ, അത് കൃത്യമായിട്ട് ആർക്കിടെക്ചറിൻ്റെ ഡെഫിനിഷനിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ, ദാറ്റ് ഇസ് ദ വേ ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പണൻസ് ഓപ്പറേറ്റ് ആൻഡ് ദ വേ ദേ ആർ കണക്റ്റഡ് ടുഗദർ ടു ഫോം എ കമ്പ്യൂട്ടർ സിസ്റ്റം. സോ ഈ രണ്ട് സെക്ഷൻസും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിലും കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദേ ആർ ആസ്കിങ് യു ടു ഡിഫൈൻ ഓർ ടു ഡിസ്കസ് എബൌട്ട് ഓൾ ദീസ് തിങ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടേംസും ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് എന്നൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അവിടെ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് ടു ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കെ, സോ ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ സി പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബേസിക് കമ്പണൻസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ആർ ഹാവിങ് എ ഫിഗർ. സോ ഇവിടെ നമ്മൾ 3 യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ബേസിക്കലി 3 യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, ദെൻ വി ആർ ഹാവിങ് എ മെമ്മറി യൂണിറ്റ് ആൻഡ് വി ആർ ഹാവിങ് ഓൾസോ എ പ്രോസസ്സർ യൂണിറ്റ്. ഓക്കെ, സോ ഈ 3 യൂണിറ്റ്സിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും അവർ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല, ചിലപ്പം യൂണിവേഴ്സിറ്റിക്ക് ചിലപ്പോൾ ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, എന്താണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിസ്ക്രൈബ് ചെയ്യണം. ഞാൻ അത് ഡീറ്റെയിൽ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാം ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ദെൻ മെമ്മറി യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. സോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റിനാണ് അതിന് നമ്മൾ ജസ്റ്റ് ടുഗദർ ആയിട്ട് വി ആർ കോളിംഗ് ഇറ്റ് ആസ് IO എന്ന് പറയും. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന സെഗ്മെൻറ്റ്, ദാറ്റ് ഇസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന സെഗ്മെൻറ്റാണ് IO യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണ്. സോ ഇവിടെ നമ്മൾ ഒരു ADC ഈ ഒരു ടേം കാണുന്നുണ്ട്. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ ഇൻപുട്ടിനെ എന്താണ് ഡേറ്റ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഡേറ്റ. വി ആർ ഫീഡിങ് ദ ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് ടു ദ കമ്പ്യൂട്ടർ ത്രൂ ദിസ് ഇൻപുട്ട് യൂണിറ്റ് അല്ലേ. സോ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡേറ്റ നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ബൈ യൂസിങ് ദിസ് ഇൻപുട്ട് യൂണിറ്റ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ഡിവൈസസ് ഉണ്ട്, ലൈക്ക് കീബോർഡ്, മൗസ്, സ്കാനർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഡേറ്റ ആക്ച്വലി ഏത് ഫോമിലായിരിക്കും ഇരിക്കുന്നത്, അനലോഗ് ഫോമിലായിരിക്കും. സോ വി നീഡ് ടു കൺവേർട്ട് ദിസ് ഇൻഫർമേഷൻ ടു ഡിജിറ്റൽ ഫോം, ബിക്കോസ് സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് ഫോമിൽ മാത്രമാണ്, ഡിജിറ്റൽ പാറ്റേണിലാണ് അല്ലേ. സോ വി നീഡ് ടു കൺവേർട്ട് ദിസ് ഡേറ്റ ടു ദിസ് ഡിജിറ്റൽ ഫോം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വി ആർ ഹാവിങ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ദാറ്റ് ഇസ് ADC. ADC മീൻസ് വാട്ട്? അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഓക്കെ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ADC. അപ്പം എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, നമ്മുടെ ഡേറ്റ, ഓക്കെ, ദാറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, ദെൻ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻ. ഓക്കെ, ദാറ്റ് ഇസ് നമ്മുടെ കയ്യിലുള്ള കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ, ദാറ്റ് ഇസ് വിച്ച് ഇസ് ഇൻ ദ ഫോം ഓഫ് എ ഡിജിറ്റൽ പാറ്റേൺ അല്ലേ. ആ ഡിജിറ്റൽ ഇൻഫർമേഷനെ കൺവേർട്ടിങ് ഇൻ ടു ഒരു അനലോഗ് സിഗ്നലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. അത് നമ്മളുടെ ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് പോകും. ഓക്കെ, സോ വി ആർ കളക്ടിങ് the processed results, okay, from this output devices. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് യൂണിറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസിന് എക്സാമ്പിളാണ് ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ട്, പ്രിൻറ്റേഴ്സ് ഉണ്ട്, പ്ലോട്ടേഴ്സ് ഉണ്ട്, ഇഷ്ടമുള്ള എന്തെങ്കിലും ഫിലിം റെക്കോർഡേഴ്സ് എന്തെങ്കിലും ഒരു 3-4 എണ്ണം ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. സോ മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റോറേജ് സെൽസ് ആണ്, വിച്ച് ആർ യൂസ്ഡ് ടു കളക്ട് ദ ഡേറ്റ. ഓക്കെ, അപ്പം ഡേറ്റ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ മെമ്മറി യൂണിറ്റിന് തന്നെ ഡിഫറെൻറ്റ് ഹയറാർക്കീസ് ഉണ്ട്. നിങ്ങൾ ഓർമ്മയുണ്ടോ? മെമ്മറി ഹയറാർക്കി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ക്യാഷെ മെമ്മറി, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആക്ച്വലി സ്റ്റോറേജ് യൂണിറ്റ്സിനെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മെമ്മറി ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജസ് ഉണ്ട്, ലൈക്ക് പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. ഓക്കെ, സോ പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളറ്റൈൽ മെമ്മറിയാണ്, നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ശരിക്കും എന്ത് ഡേറ്റയാണ് നമ്മൾ പ്രൈമറിയിൽ സ്റ്റോർ ചെയ്യുന്നത്? കറൻ്റ്ലി നമ്മൾ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റയാണ് വി ആർ സ്റ്റോറിങ് ഇൻ ടു ദിസ് പ്രൈമറി മെമ്മറി. ഓക്കെ, സോ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. സോ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ് ആണ് സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് എക്സാമ്പിൾസ് ആണ് ഹാർഡ് ഡിസ്കും ഒപ്റ്റിക്കൽ മീഡിയ ഒക്കെ എന്താണ്? സെക്കൻഡറി സ്റ്റോറേജിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്. സോ വി ആർ ആക്ച്വലി പെർഫോമിങ് ദിസ് പ്രോസസ്സിംഗ് ഓഫ് ദി ഡേറ്റ. ഓക്കെ, അപ്പോൾ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് അറിയാം, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോജിക്കൽ ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട് ഉണ്ട്, ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട് ഉണ്ട്. ഓക്കെ, എക്സോർ ഉണ്ട്, അങ്ങനെ പല പല ഓപ്പറേഷൻസ് നമ്മൾ ഏരിയയിൽ പെർഫോം ചെയ്യും. ഓക്കെ, again we are also performing arithmetic and logical operations and comparison operations also. ALUവിൽ നമ്മൾ ഇത്രയും ഓപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ മെയിൻലി പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഈ ഒരു പോയിന്റ് നോക്കിക്കോണേ. ഡേറ്റ ഈസ് ട്രാൻസ്ഫർ ടു ALU ഫ്രം സ്റ്റോറേജ് യൂണിറ്റ് വെൻ റിക്വയർഡ്. സോ നമുക്ക് എപ്പോഴാണോ ഒരു ഡേറ്റ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നത്, ദെൻ ദാറ്റ് ഡേറ്റ മസ്റ്റ് ബി ഫെഡ് ഇൻ ടു ദിസ് ALU. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് ഈ ഡേറ്റ നമ്മൾ ALUവിലേക്ക് പാസ് ഓൺ ചെയ്യും. ദെൻ ആഫ്റ്റർ processing the data, the output is returned back to storage unit for further processing or getting stored. Okay, so നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റിലോട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യും ഇഫ് യു വോണ്ട് ടു ഫർദർ പ്രോസസ് ദ ഡേറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമലി ഒരു ALU എന്താണെന്ന് പറയുക, അതിൽ നടക്കുന്ന ഓപ്പറേഷൻസ് എന്താണെന്ന് പറയുക, ദെൻ ഹൗ ദിസ് ഡേറ്റ ഈസ് ഹാൻഡ്ലിങ് ഇൻ എൻ ALU എന്നുള്ളത് പറയുക. ഓക്കെ, ദെൻ കൺട്രോൾ യൂണിറ്റ്. ഇപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ യൂണിറ്റ്സിനെയും കോർഡിനേറ്റ് ചെയ്യുന്നതും അതിനെ ഒരുമിച്ച് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, So control unit controls and coordinates the entire operations of the computer system. Okay, so നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എൻ്റയർ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ആളാണ് ആരെന്ന് പറയുന്നത്? കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, സോ ഇറ്റ് ഡിറ്റർമൈൻസ് ദ സീക്വൻസസ് ഇൻ വിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്. ഈ സീക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സീക്വൻസ്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ സീക്വൻസസ് എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, സോ ഫോർ ആൻ എക്സാമ്പിൾ, സേ നമ്മുടെ കയ്യിലൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
എയിലുള്ള ഡേറ്റ എടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ബിയിലുള്ള ഡേറ്റ എടുക്കണം. എഗെയിൻ വി വോണ്ട് ടു ആഡ് ദ കണ്ടൻസ് ഇൻ ബോത്ത് ദീസ് രജിസ്റ്റേഴ്സ് ഓർ സംതിങ്. ഓക്കെ, ഇൻ ദിസ് വാല്യൂസ് എ ആൻഡ് ബിയിലുള്ള വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആൻഡ് ദ ഡേറ്റ വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദിസ് വേരിയബിൾ കോൾഡ് സി. അത്രയും മനസ്സിലാവുമല്ലോ. അപ്പോൾ എയിൽ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വി വോണ്ട് ടു ആക്സസ് ദ കണ്ടൻറ്റ് ഇൻ എ. ദെൻ സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വി വോണ്ട് ടു ആക്സസ് ദ കണ്ടൻറ്റ് ഇൻ ബി. ദെൻ വി വോണ്ട് ടു പെർഫോം ദ അഡീഷൻ ഓപ്പറേഷൻ. സോ ദാറ്റ് ഈസ് ദ തേർഡ് step. Okay, then finally we want to store the data into this variable called C. Okay, so ഇവിടെ 4 സ്റ്റെപ്സ് നടക്കുന്നുണ്ട്. സോ ഇതാണ് ഇൻസ്ട്രക്ഷൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്, സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഫസ്റ്റ് നമ്മൾ പോയിട്ട് എയിലെ കണ്ടന്റ് എടുത്ത് നമ്മൾ സിയിലേക്ക് സ്റ്റോർ ചെയ്യല്ല ചെയ്യുന്നത്. സോ there exists a sequence, okay, for executing this instruction. Okay, ആ ഒരു സീക്വൻസിനെ അല്ലെങ്കിൽ ആ ഒരു ഓർഡറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആക്ച്വലി ആരെന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, സോ അത് ഓർത്തിരിക്കണം. കാര്യം നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാനുണ്ട് ഇൻ ദ ഫസ്റ്റ് മൊഡ്യൂൾ ഇറ്റ് സെൽഫ്. അപ്പോൾ അവിടെ നമ്മൾ ഈ സ്റ്റെപ്പുകളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, then the things like processing of the program stored in the main memory, interpretation of the instructions, and issuing of signals for other units of the computer to execute them. സോ ഈ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ മെയിൻ മെമ്മറി ഇരിക്കുന്ന ഡേറ്റയെ ആക്സസ് ചെയ്യുക, മെയിൻ മെമ്മറിയിലൊക്കെ ഡേറ്റയെ സ്റ്റോർ ചെയ്യുക, ദെൻ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനെ മനസ്സിലാക്കുക, ഡീകോഡ് ചെയ്യിക്കുക, ആൻഡ് സിഗ്നൽസ് പാസ് ചെയ്യുക, ഏത് യൂണിറ്റ്സിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, കൺട്രോൾ യൂണിറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇത് കൂടാണ്ട് തന്നെ കൺട്രോൾ യൂണിറ്റ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പെരിഫറൽ എക്യുപ്മെൻറ്റ്സ് ആസ് ദേ പെർഫോം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ചിലപ്പോൾ നമ്മൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഇൻപുട്ടായിരിക്കും അല്ലേ. സോ ആ സമയത്തും നെക്സ്റ്റ് ഒരു ഇൻപുട്ടാണ് തരാൻ പോകുന്നത്. സോ ആ ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്, നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ദെൻ ഫൈനലി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ദാറ്റ് ഇസ് CPU. അപ്പോൾ CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നമ്മൾ ഒരു കളക്റ്റീവായിട്ടുള്ള കുറച്ച് യൂണിറ്റ്സിനെയാണ് നമ്മൾ ഒരുമിച്ച് ഏത് പേരിൽ വിളിക്കുന്നത്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. വി ക്യാൻ സി ALU, കൺട്രോൾ യൂണിറ്റ്, ആൻഡ് ദ മെമ്മറി യൂണിറ്റ്. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം സ്പെസിഫിക് മെമ്മറിയാണ്. ഓക്കെ, ദെൻ വി കോൾ CPU as a brain of the computer. അതറിയായിരുന്നല്ലോ, ഒരു ഓൾറെഡി നെയിം ഫോർ CPU ഈസ് ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, ഇവിടെ നമ്മൾ ബ്രെയിൻ എന്ന് വിളിക്കാനുള്ള കാര്യം എന്താണ്, ഇവിടെ മേജർ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, ദെൻ ഓൾ സോർട്ട് ഓഫ് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്, ആൻഡ് ആർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ ബൈ ആക്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ഓപ്പറേഷൻ. സോ ഒരു സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ആരാ ഡിസൈഡ് ചെയ്യുന്നത്, ദിസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ബേസിക് ഓപ്പറേഷണൽ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം.